കാട്ടുപന്നികൾക്ക് പുറമെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന മറ്റു വന്യജീവികളെയും കൊല്ലാൻ അനുമതി നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തള്ളി. പട്ടിക 1-ൽ പെട്ട മൃഗങ്ങളെ കൊല്ലുന്നതിനാണ് അനുമതി നിഷേധിച്ചത്. ആന, കടുവ, പുലി, കരടി, വിവിധയിനം കുരങ്ങുകൾ, മുള്ളൻ പന്നി, മയിൽ തുടങ്ങി നൂറുകണക്കിന് വന്യമൃഗങ്ങളാണ് പട്ടിക 1-ലുള്ളത്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ പട്ടിക 1-ൽപ്പെട്ട വന്യമൃഗങ്ങളെ കൊല്ലുവാൻ സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് പരിമിതമായ അധികാരമേയുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചത്. ആന, കടുവ, പുലി, കരടി, വിവിധയിനം കുരങ്ങുകൾ, മുള്ളൻപന്നി, മയിൽ തുടങ്ങി നൂറുകണക്കിന് വന്യമൃഗങ്ങളാണ് പട്ടിക 1-ലുള്ളത്. ഏതെങ്കിലും പ്രത്യേക പ്രദേശത്ത് ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ മാത്രം വന്യജീവി സംരക്ഷണ നിയമത്തിലെ പട്ടിക 2-ലെ പുള്ളിമാൻ, കാട്ടുപന്നി തുടങ്ങിയ മൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാം. പൊതുവായി ഏതെങ്കിലും വന്യജീവിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്നും ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് രാകേഷ് കുമാർ ജാഗനേയ സംസ്ഥാന വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം കാലാനുസൃതമായി ഭേദഗതി ചെയ്യുക, ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് ഏർപ്പെടുത്തിയ അപ്രായോഗിക വ്യവസ്ഥകളിലും നടപടിക്രമങ്ങളിലും മാറ്റം വരുത്തുക, കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കഴിഞ്ഞ 6-ന് കേരളം കത്തയച്ചത്. വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിന് അനുമതി നൽകുവാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ടെങ്കിലും ഒഴിച്ചുകൂടാനാകാത്ത സാഹചര്യത്തിൽ മാത്രമേ പാടുള്ളൂവെന്നാണ് നിയമം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.